ഹായ്, എല്ലാവർക്കും ഈ ടെക് സ്പേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ കാണിക്കാൻ പോകുന്നത് BNC ടെർമിനേഷനാണ്. BNC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് BNC എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അനലോഗ് HD ക്യാമറകൾ DVRൻ്റെ ഭാഗത്തും അതുപോലെ തന്നെ ക്യാമറയുടെ ഭാഗത്തും കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കണക്ടറാണ് BNC കണക്ടേഴ്സ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ടെർമിനേറ്റ് ചെയ്യുന്നതാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത് BNC ഇതൊരു കണക്ടർ ഉണ്ടാവും, അതിനൊരു കവറും ഉണ്ടാവും. ഇപ്പോൾ തുടക്കക്കാർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് അറിഞ്ഞിരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ അത് ടെർമിനേഷൻ കാണിക്കുന്നത്. ഞങ്ങൾ സാധാരണ ചെയ്യുന്ന ഒരു രീതിയിലാണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ള കേബിള് D-ലിങ്കിൻ്റെ ഒരു 3+1 കേബിളാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ RJ59 നമുക്ക് ചെയ്യാം, അതുപോലെ RJ6, RJ11 ഇതിലേക്കൊക്കെ നമുക്ക് ഇതുപോലെ ടെർമിനേറ്റ് ചെയ്യാം. ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന കേബിൾ ഇതാണ്, അപ്പോൾ അതാണ് ഞാൻ വെച്ച് കാണിക്കുന്നത്. ഇത് D-ലിങ്കിൻ്റെ 3+1 കേബിളാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ സ്ലീവ് ചെയ്യണം. അപ്പോൾ സാധാരണ ഞങ്ങൾ ചെയ്യുമ്പോൾ കുറച്ച് അധികം നമ്മൾ സ്ലീവ് ചെയ്യും. അപ്പോൾ കുറച്ചധികം നമ്മൾ സ്ലീവ് ചെയ്തു. അപ്പോൾ ഇത് നമ്മൾ സ്ലീവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ സ്ലീവ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഈ കേബിൾസ് ഒന്നും പൊട്ടിപ്പോകരുത്. ഇതൊന്നും ഒരു ഡാമേജ് ഇല്ലാത്ത രീതിയിലാണ് നമ്മൾ സ്ലീവ് ചെയ്തെടുക്കാം. കാരണം എന്ന് വെച്ചാൽ അത് ഡാമേജ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തന്നെ വലിയ ബുദ്ധിമുട്ടുകളാവും. കാരണം ഇത് ചിലപ്പോൾ ഈ ഒരു ചെറിയൊരു കേബിളിൻ്റെ ഇഷ്യൂവിന് വേണ്ടിയിട്ട് നമ്മൾ കുറേ ദൂരം സഞ്ചരിച്ച് സർവീസും കാര്യങ്ങളൊക്കെ പോകേണ്ട ഒരു അവസ്ഥ വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ മാക്സിമം നല്ല രീതിയിൽ സ്ലീവ് ചെയ്യാൻ നോക്കുക. അത് കഴിഞ്ഞാൽ ഇതിനകത്ത് 3 കേബിൾസ് കാണാം. ഈ 3 കേബിൾ, ഈ കാണുന്ന ഈ കേബിൾസ് ഇത് നമുക്ക് പവറിന് വേണ്ടി യൂസ് ചെയ്യാനാണ്. ഒന്ന് നമുക്ക് മൈക്ക് ഉണ്ടെങ്കിൽ മൈക്കിന് വേണ്ടി കണക്ട് ചെയ്യാം. ബാക്കി 2 നമുക്ക് പവറിനായിട്ട് യൂസ് ചെയ്യാം. ഈ മൈക്ക് നമുക്ക് കണക്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് പവറിനെ യൂസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതാണ് നമുക്ക് വീഡിയോ കേബിളായിട്ട് വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇത് നമുക്ക് സ്ലീവ് ചെയ്യണം. ഇതും അതുപോലെ തന്നെ നമുക്ക് സ്ട്രിപ്പർ വെച്ചിട്ടോ പലരും പല രീതിയിലാണ് ചെയ്യാറ്. ഞാനിത് സ്ട്രിപ്പർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇത് നമ്മളിതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ സൂക്ഷിച്ച് അപ്പോൾ ഏത് കേബിളാണെങ്കിലും, ഇത് മാത്രമല്ല ഏത് കേബിളാണെങ്കിലും നമ്മൾ സ്ലീവ് ചെയ്യുന്ന സമയത്ത് കുറച്ച് നമുക്ക് ശ്രദ്ധ വേണം. കാരണം എന്ന് വെച്ചാൽ ഇത് ഉള്ളിൽ കട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തന്നെയാവും അത് ബുദ്ധിമുട്ട് വരിക. അത് കഴിഞ്ഞ് ഇത് 2 വയറാണുള്ളത്. ഒന്ന് മെയിൻ ലീഡ് വീഡിയോ കേബിള്, ഇതതിൻ്റെ എർത്തായിട്ട് വരുന്നത് നെഗറ്റീവ് പാർട്ട്. ഇത് നമുക്ക് ആവശ്യമില്ല, അതൊരു കവറിങ് ആയിട്ട് വരുന്നതാണ്. ഈ നോയ്സും അതുപോലുള്ള ഡിസ്റ്റർബൻസും കാര്യങ്ങളൊക്കെ, വീഡിയോ ലോസും കാര്യങ്ങളൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് കഴിഞ്ഞാൽ നമുക്കൊന്ന് അതുപോലെ തന്നെ സ്ലീവ് ചെയ്തെടുക്കണം. നമുക്ക് ആവശ്യത്തിന് സ്ലീവ് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഇതാണ് മെയിൻ ലീഡായിട്ട് വരുന്നത് വീഡിയോയുടെ. അപ്പോൾ ഈ കേബിളിൻ്റെ ഈ ലീഡ് നമ്മൾ ഒരിക്കലും അതുപോലെ തന്നെ പൊട്ടാനോ ഒന്നും പാടില്ല. ചെറിയൊരു കട്ടിങ്ങൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോകും. അപ്പോൾ അതില്ലാതിരിക്കാൻ വളരെ സൂക്ഷിച്ച് ചെയ്യുക. അതിനുശേഷം BNCയുടെ കവർ നമ്മൾ റിമൂവ് ചെയ്യുന്നു. ദെൻ എപ്പോഴും ശ്രദ്ധിക്കേണ്ട, പല ആൾക്കാർക്കും പറ്റുന്ന ഒരു സംഭവമാണ്. ചിലപ്പോൾ അങ്ങനെ കുറേ ചെയ്ത് മിക്ക ആൾക്കാരും ഈ കവർ ഇതിൽ ആദ്യം ഇടില്ല. അപ്പോൾ കവർ ആദ്യം തന്നെ ഇടുക. അതിനുശേഷം ഇതിങ്ങനെ ക്ലോസ് ആയിട്ടാണ് വരിക. നമ്മളിതൊന്ന് അകത്തി കൊടുക്കണം. നോസ് പ്ലെയർ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ അകത്തിയാൽ മതി. നല്ല വൃത്തിയായിട്ട് ഇപ്പോൾ നമുക്ക് കണ്ട മനസ്സിലാവും, നല്ലൊരു ഗ്യാപ്പ് വരും. ഇനി അതിന് ശേഷം നമുക്ക് ഈ സ്ക്രൂ ഉണ്ട്, ഇതിന് ചെറിയൊരു സ്ക്രൂ ഉണ്ട് മെയിൻ ലീഡ് കണക്ട് ചെയ്യുന്നത്. അത് ഒന്ന് ലൂസാക്കി കൊടുക്കുക. ദെൻ നമ്മൾ ഈ അതായത് വീഡിയോയുടെ കേബിള് കറക്റ്റായിട്ട് അതിൻ്റെ അകത്തേക്ക് കയറ്റി കൊടുത്തതിന് ശേഷം ആ സ്ക്രൂ നന്നായിട്ട് ടൈറ്റ് ചെയ്യാം. ഇളകരുത്, നന്നായിട്ട് തന്നെ ടൈറ്റ് ചെയ്യണം. പിന്നെ വല്ലാതെ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ
എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അതിൻ്റെ ത്രെഡ് പോകും. അപ്പോൾ നമുക്കൊരു അറിയാം, ഒരു ഹാൻഡ് ടൈറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും അതിൻ്റെ ഒരു ടൈറ്റ് എന്നാണ്. അത്രേ നമുക്ക് ചെയ്യാൻ പാടുള്ളൂ. അതിലും കൂടുതലായി കഴിഞ്ഞാൽ പിന്നെ അത് ത്രെഡ് പോകും. ത്രെഡ് പോയി കഴിഞ്ഞാൽ പിന്നെ അത് ടൈറ്റ് ആവുകയില്ല. അപ്പോൾ അത് പ്രത്യേകം സൂക്ഷിക്കണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ കേബിൾ, കാരണം ഇത് പെട്ടെന്ന് വലിച്ചാലൊക്കെ വരാൻ സാധ്യതയുള്ള ഈ കണക്ടർ വരില്ല, പക്ഷേ ഈ ഇതൊക്കെ ചിലപ്പോൾ പൊട്ടി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ കേബിളെ ഒരു സർക്കിൾ ഒന്ന് കറക്കി ഇങ്ങനെ എടുക്കും. നമുക്ക് നോക്കിയറിയാം, ഇതുപോലെ. അതായത് ഇതിങ്ങനെ ഇട്ടിട്ട് ഇതുപോലെ എടുക്കുക. എന്നിട്ടിത് നമ്മൾ നോസ് പ്ലെയറോ എല്ലാം വെച്ചിട്ട് ജസ്റ്റ് ടൈറ്റ് ചെയ്ത് കൊടുക്കും. പിന്നെ ഈ എക്സസ് നിൽക്കുന്നതിനെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇത് നമുക്ക് ആവശ്യമില്ല. ഇവിടെ ചുരുട്ടി വെക്കാനൊന്നും നിൽക്കണ്ട. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ, അതുപോലെ തന്നെ നമ്മൾ ഈ കേബിള് എപ്പോഴും ഈ മെയിൻ ലീഡ് കണക്ട് ചെയ്തിട്ടുള്ള പാർട്ടിൽ ടച്ച് ചെയ്യണമെന്ന് നമ്മൾ കോണ്ടാക്റ്റ് വരുന്നുണ്ടോയെന്ന് പ്രത്യേകം നോക്കണം. ഇനി കോണ്ടാക്റ്റ് വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് വീഡിയോ ലോസ് ആകും, കാരണം അത് എർത്ത് ചെയ്ത് പോകും ആ വീഡിയോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കോണ്ടാക്റ്റ് ഇല്ലാതെ ശ്രദ്ധിക്കണം. പിന്നെ ഇതിൻ്റെ അകത്ത് പലരും ഇൻസുലേഷനോ അല്ലെങ്കിൽ ഹീറ്റ് സ്ട്രിങ് ട്യൂബൊക്കെ ഇടാറുണ്ട്. അത് നല്ലതാണ്. കാരണം എന്താ വെച്ചാൽ ഒരു എയർ കോണ്ടാക്റ്റ് വരുമ്പോൾ ഇതിൻ്റെ കോണ്ടാക്റ്റിനൊക്കെ വലിയ പ്രശ്നം, കൊറോഷൻസൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ടേപ്പ് അല്ലെങ്കിൽ നമുക്കിതുപോലെ തന്നെ ഹീറ്റ് സ്ട്രിങ് ട്യൂബുകൾ കിട്ടും, അതായാലും മതി. അത് ഇട്ട് കഴിഞ്ഞാൽ കുറേ നാളത്തേക്ക് പ്രോബ്ലംസ് ഉണ്ടാവില്ല. ഇത് ഇങ്ങനെ ടെർമിനേറ്റ് ചെയ്യാനുള്ള പ്രധാന കാരണം എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇങ്ങനെ വലിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇത് സ്ലീവ് ഒന്നും കൂടെ ഇളകി വരുന്നല്ലാതെ ഈ കേബിളിൻ്റെ കോണ്ടാക്റ്റ് അവിടെ നിന്ന് പോവില്ല, നമുക്ക് വലിച്ചാൽ വരില്ല. അപ്പോൾ അതാണ് പ്രധാനമായിട്ട്. കാരണം എപ്പോഴും ഉണ്ടാകുന്നൊരു പ്രശ്നം എന്ന് വെച്ചാൽ, ഇപ്പോൾ DVR കുറച്ച് നമുക്ക് ഫ്രണ്ടിലേക്ക് വെക്കണം. ഇപ്പോൾ റാക്കിലൊക്കെ വെച്ചിട്ടില്ലെങ്കിൽ റാക്കിൽ നിന്നൊക്കെ വലിക്കുന്ന സമയത്ത് നമ്മൾ വെറുതെ ഇവിടെ ഒരു ചിറ്റിയിട്ട്, സാധാരണ ചിലവരൊക്കെ വെറുതെ ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഇത് അമർത്തി കൊടുക്കും. അപ്പോൾ ഈ നെഗറ്റീവ് ഈ ടെർമിനൽ വലിക്കുമ്പോൾ അത് പോരും. പിന്നെ നമ്മുടെ വീഡിയോയിൽ പല ഫ്ലിക്കറിങ്ങും അതുപോലെ നെറ്റിങ്ങും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത്. ഇതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ ചിറ്റിയിടുന്ന ഇതും ചെയ്യാറുണ്ട്, സാധാരണയായിട്ട് കാണാറില്ല. അങ്ങനെ ഒരു ചിറ്റിട്ട് കഴിഞ്ഞാൽ അതും വലിയ കുഴപ്പമില്ല. ഒരു ചെറിയൊരു നോട്ട് പോലെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അതും ഇതുപോലെ തന്നെ വലിച്ചാൽ നമുക്ക് അങ്ങോട്ട് പുറത്തേക്ക് പോരില്ല കേബിൾ. അപ്പോൾ ഇതുപോലെ നമുക്ക് ടെർമിനേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയ രീതിയിൽ ടെർമിനേറ്റ് ചെയ്യാം, ഇത് കണക്ട് ചെയ്യാം. അപ്പോൾ ഞങ്ങൾ ഇവിടെ സാധാരണ ചെയ്യുന്ന ഒരു രീതി കാണിച്ചു എന്ന് മാത്രം. അപ്പോൾ മാക്സിമം വൃത്തിയിൽ ഈ ടെർമിനേഷൻ, അതുപോലെ നല്ല BNC യൂസ് ചെയ്യുക. ഏറ്റവും ക്വാളിറ്റിയുള്ള BNC യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ ഇഷ്യൂസൊന്നും സാധാരണ ഉണ്ടാവില്ല. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇത് ഷെയർ ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.